ജീവപരിണാമം. തുടർ പ്രവർത്തനങ്ങളിലൂടെ ശക്തമായിത്തീരുന്ന നെർവസ് സിസ്റ്റത്തിന്റെ കാരണശേഷിയായി നിൽക്കുന്നതാകട്ടെ പ്രകാശവും ആകർഷണശക്തിയും ഉൾപ്പെടെ പ്രകൃതിയിലെ സകല വിശേഷങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ അതിശക്തമായ പ്രവർത്തനശേഷി വൈഭവം പ്രകാശത്തിന്റെയും ആകർഷണശക്തിയുടെയും ഉൾപ്പെടെ ഊർജത്തിന്റെ സകലവിധമായ ഭാവവൈവിധ്യങ്ങളുടെയും സൂക്ഷ്മവിശേഷങ്ങൾ ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്നതായി കാണിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം നെർവസ് സിസ്റ്റം വഴി ജീവനിൽ അനുഭവപ്പെടുന്നതും നിക്ഷിപ്തമാക്കുന്നതുമായ സന്ദേശ സ്വഭാവമെന്നാൽ സൂക്ഷ്മാവസ്ഥയിലെ വായുവും വെള്ളവും അഗ്നിയായ പ്രകാശവും ജ്യോതിർഗോളങ്ങളുടെ ആകർഷണശക്തിയും ഭൂമി തന്നെയുമായ വിശേഷങ്ങളെയാണ്. പ്രകൃതിഭാവങ്ങൾ എന്ന അനുഭവ പരമ്പരകളിലൂടെ ജീവൻ പഞ്ചഭൂതങ്ങളെയും പ്രാപഞ്ചിക വിശേഷങ്ങളെയും അടുത്തറിയുകയും അവയുടെ ഗുണങ്ങളുടെയും ശേഷിയുടെയും സൂക്ഷ്മതയെ അനുഭവത്തിലൂടെ അറിവായി പ്രപഞ്ചവിശേഷ സൂക്ഷ്മതയായി ജീവനിൽ നിക്ഷേപിക്കുക എന്നതുമാകുന്നു. മണ്ണ്, ജലം, വായു, അഗ്നി, ശൂന്യാകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളുടെ സമന്വയമായ ശരീരം വഴി ജീവൻ പഞ്ചഭൂതങ്ങളുടെ തന്നെ സത്തയെ ഉൾക്കൊള്ളുകയാണ്. പ്രകൃതിജമായ ഓരോ തരം അനുഭവങ്ങളിലൂടെയും ജീവൻ കൂടുതൽ കൂടുതൽ പ്രപഞ്ച സൂക്ഷ്മശേഷി സ്വായത്തമാക്കി പ്രപഞ്ച കാരണഗുണമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് കാണാനാവുക. എന്നാൽ ജീവശരീരങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടുന്നത് പ്രകാശവും ആകർഷണവുമായ പ്രകൃതിയിലെ സൂക്ഷ്മോർജത്തിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്നതിന് ജീവിക്ക് സാധ്യമല്ലായിരുന്നു എന്ന് കാണാം. ശരീരം എന്നത് അടിസ്ഥാനപരമായി ജൈവയോജ്യമായ ഭൗമസത്താ സംഗമം ആയതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ വളർച്ചാ വികാസങ്ങൾക്ക് വേണ്ടി ശരീരത്തോട് ഒത്തുവരുന്ന ജൈവയോഗ്യ ഭൗമഗുണം തന്നെ അനിവാര്യമായിരുന്നു. പരിണാമം സംഭവിക്കുന്ന ജീവനുള്ള ഭൗമഗുണം അഥവാ ശരീരം എന്നത് ജ്യോതിർഗോളങ്ങളിലെ ആകർഷണശേഷിയുടെ സംഭരിതാവസ്ഥയും പഞ്ചഭൂതങ്ങളായ പ്രകൃതിയിലെ സൂക്ഷ്മവിശേഷങ്ങളുടെ നിക്ഷിപ്താവസ്ഥയും ആയതുകൊണ്ട് തന്നെ മറ്റ് ശരീരങ്ങളെ ആകർഷിച്ചു നിന്നിരുന്നു. ഭൗമസത്താവിശേഷങ്ങളുടെ സംഗമ വൈഭവത്തിലൂടെ പ്രവർത്തനക്ഷമമാകുന്നതാണ് ജീവശരീരം എന്നതുകൊണ്ട് അനുയോജ്യമായ ശരീരങ്ങളുടെ സത്തയെ സ്വശരീരത്തോട് ചേർത്ത് വികസിതമാക്കുന്ന പ്രവർത്തനം സ്വാഭാവികമായി തന്നെ ജീവിയിൽ ഉണ്ടായി വരികയും ചെയ്യുന്നു. വിഭജിതമായി തീർന്ന ജീവരൂപങ്ങൾ പരസ്പരം ആകർഷിക്കുന്നത് പ്രണയമാണ്. ഭക്ഷണം എന്ന നിലയിലുള്ള ഈ ആകർഷണം ഒരേ ജീവന്റെ ആണും പെണ്ണുമായ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ആകർഷണ സ്വഭാവത്തിന് തുല്യമായ ഒന്നാകുന്നില്ല. ജീവന്റെ വികസനത്തിന്റെ അനിവാര്യതയായ വിശപ്പു നിമിത്തം സംഭവിക്കുന്ന മറ്റൊരു ജീവനോടുള്ള ആകർഷണം ഹിംസയാണ്. ജീവോൽപത്തിക്ക് ശേഷം ഭൂമിയിൽ ചലിച്ചും സൂര്യപ്രകാശം ഏറ്റതിന്റെ അളവിനും ജീവി സ്വീകരിക്കുന്ന വായുവിനും പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ മറ്റ് അനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലിനും അനുസരിച്ച് ജീവരൂപങ്ങൾക്കിടയിൽ വ്യക്തമായ അന്തരം സ്വഭാവത്തിലും ബലത്തിലും ആവശ്യകതയിലും ഉണ്ടായി വരികയും ചെയ്യുന്നു. ഇങ്ങനെ കൂടുതൽ ഊർജം സമ്പാദിച്ച ജീവൻ എന്ന ഭൗമഗുണത്തിലേക്ക് കുറഞ്ഞ ഊർജമായിരിക്കുന്നത് ആകർഷിക്കപ്പെട്ടു വരികയും കേന്ദ്രീകൃത ആകർഷണം എന്ന അടിസ്ഥാന പ്രതിഭാസത്തിലൂടെ സ്വാഭാവികമായും കൂടുതൽ ശക്തിയുള്ളതിലേക്ക് ശക്തി കുറഞ്ഞതിന് ചേരേണ്ടതായി വരികയും ചെയ്യുന്നു. ജീവനിൽ നിക്ഷിപ്തമായ കേന്ദ്രീകൃത ആകർഷണത്താൽ സാധ്യമാവുന്ന പ്രവർത്തനത്തിലൂടെ മറ്റൊന്നിന്റെ സംഭരിതാവസ്ഥയായ ഊർജത്തെ കൂടി സ്വന്തമാക്കുന്നതിനുള്ള അവസരം ജീവന് ലഭിക്കുകയും കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ശരീരത്തിൽ സംഭരിതമായ പ്രകാശവും ആകർഷണ ബലവും പഞ്ചഭൂത വിശേഷങ്ങളും
ഭക്ഷണം എന്ന നിലയിൽ ശേഷി കൂടിയ ജീവൻ സ്വന്തമാക്കി വികസിതമായി തുടരുകയും ചെയ്യുന്നു. ഇവിധം ആഹരിക്കപ്പെട്ട് ശരീരം നഷ്ടപ്പെട്ട ജീവശേഷിയാകട്ടെ ആഹരിച്ച ജീവശേഷിയുടെ പ്രവർത്തനത്തിലൂടെ സൂക്ഷ്മമായി പ്രകൃതിയിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ജീവശേഷിയുടെ ഭക്ഷണമായി തീരുന്നതുകൊണ്ടോ പ്രകൃതിയുടെ പ്രതികൂലാവസ്ഥ കാരണമായോ നഷ്ടമാകുന്ന ഒരു ശരീരത്തിന്റെ ജീവന് അന്തിമമായി പ്രകൃതിയിലാണ് വിലയം പ്രാപിക്കാനാവുക. അതുകൊണ്ട് തന്നെ ഭക്ഷിക്കപ്പെടുന്ന ശരീരത്തിൽ വസിക്കുന്ന ജീവശേഷി എന്ന നിലനിൽപ്പ് പൂർണ്ണമായി തന്നെ നഷ്ടമാവാതിരിക്കുകയും ചെയ്യുന്നു. ജീവൻ തീർത്തും അദൃശ്യവും സങ്കല്പതുല്യവും അനുയോജ്യമായ രൂപത്തിൽ നിലകൊള്ളുകയും പ്രവർത്തിച്ചു നിൽക്കുകയും അനുയോജ്യമല്ലാത്ത അവസ്ഥയിൽ പ്രവർത്തനക്ഷമം അല്ലാത്തതും ആയിത്തീരുന്നു. ശരീരമെന്ന സങ്കീർണ നിർമ്മിതിക്കുള്ളിൽ നിന്നുകൊണ്ട് രൂപതരമായി യാതൊന്നുമില്ലാത്ത ജീവൻ പ്രവർത്തിക്കുന്നു. ജീവന്റെ പ്രവർത്തന ഉപാധിയായ ശരീരത്തിന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട യോഗ്യത നഷ്ടപ്പെടുമ്പോൾ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് സൂക്ഷ്മശേഷിയായി പ്രകൃതിയിൽ നിലകൊള്ളുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. ശരീരമെന്നത് ജീവന്റെ കേവലമായ പ്രവർത്തന ഉപാധിയും പ്രത്യക്ഷതയും ആയതുകൊണ്ട് ഒരു ജീവിയെ മറ്റൊരു ജീവി ഭക്ഷിച്ചു എന്നതിൽ നിന്ന് ഒരു ജീവനെ ഭക്ഷിച്ചുവെന്ന് കാണാനാവുകയില്ല. ഭക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരെ ഒരു ജീവൻ ഉപയുക്തമാക്കിയ ഊർജം ജീവനിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നതിനാൽ ജീവന് തുടർ പ്രവർത്തനങ്ങൾ സാധ്യമാവുന്നില്ല എന്നല്ലാതെ ഭക്ഷിക്കപ്പെടുന്നതിലൂടെ ജീവന് അടിസ്ഥാനപരമായ നഷ്ടം എന്തെങ്കിലും സംഭവിക്കുന്നതായി കാണാനാവുകയേ ഇല്ല. എന്നാൽ ജീവപ്രവർത്തനം നടന്ന ശരീരത്തിന്റെ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥ അതിൽ പ്രവർത്തിച്ച ജീവനൊത്ത ഗുണങ്ങൾ തന്നെ ആയിരിക്കുകയും ആ ഗുണം ഭക്ഷിക്കുന്ന ജീവിയിലേക്ക് പകർന്നു വരികയും ചെയ്യുന്നു. ഇവിധം ഭക്ഷിക്കുകയെന്നാൽ ഭൂമിയിലെ ശരീരങ്ങളിൽ സംഭരിതമായിരിക്കുന്ന അതീവ സൂക്ഷ്മവും സങ്കീർണവുമായ പ്രവർത്തനോർജത്തെ സ്വജീവനിൽ കൂടി കടത്തിവിട്ട് ജീവന്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാകുന്നു. ആഹരിക്കുന്നതിലൂടെ നേടുന്ന പ്രപഞ്ച സത്താഗുണമായ വർദ്ധിച്ച ശേഷി നിമിത്തം ജീവിക്ക് കൂടുതൽ അളവിൽ പ്രകാശവും ആകർഷണശേഷിയും ഉൾക്കൊള്ളാനും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനും സാധ്യമായി വരുന്നു. ഇപ്രകാരം ഭക്ഷിക്കൽ എന്ന തുടർ പ്രക്രിയയിലൂടെ ജീവൻ കൂടുതലായി പ്രപഞ്ചശേഷിയുടെ സംഭരിതാവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് വ്യക്തമാവുന്നു. ജീവന്റെ പരിണാമം എന്നാൽ അതിന്റെ ആദ്യ പ്രവൃത്തികളിൽ ഒന്ന് തന്നെ ആഹരിക്കാനുള്ള ശേഷിയാർജിക്കലും അതുവഴി പ്രകൃതിയുടെ സൂക്ഷ്മശേഷിയെ ജീവനിൽ നിക്ഷിപ്തമാക്കലും ആയിരുന്നുവെന്ന് മനസ്സിലാക്കാനാവുന്നു. കൂടുതൽ പ്രവർത്തനശേഷി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം പ്രാപഞ്ചികമായ ലക്ഷ്യത്തോളമുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് അനിവാര്യമായ സങ്കീർണതകളും പ്രവർത്തനക്ഷമതയും ഉള്ളതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ആവേണ്ടിയിരിക്കുന്നു. ആവശ്യങ്ങൾക്കൊത്ത മാറ്റങ്ങൾ ജീവരൂപത്തിന് സംഭവിക്കാത്ത പക്ഷം ജീവന് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അഥവാ പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമല്ലാതിരിക്കുന്നു എന്നത് നിമിത്തം രൂപതരമായ പരിണാമം സംഭവിക്കുക തന്നെ ചെയ്യുന്നു. ഇവിധം കൂടുതൽ പ്രവർത്തനക്ഷമമായ ശരീരവും അതിന്റെ ഉപയോഗവും നടപ്പാകുന്ന പുരോഗതി സംഭവിക്കുന്നില്ലെന്ന് വന്നാൽ പ്രകൃതിയിൽ സംഭരിതമായ സൂക്ഷ്മശേഷി വൈഭവത്തെ ആർജിക്കാൻ ജീവന് കഴിയാതെ പോകുന്നു എന്നത് മാത്രമാണ് സംഭവിക്കുന്നത്. ജീവശരീരത്തിന് കാലങ്ങളിലൂടെ രൂപപരിണാമം സംഭവിക്കുന്നത് ജീവൻ പ്രപഞ്ച കാരണശേഷിയോളം വളരുന്നതിന്റെ ഓരോ ഘട്ടങ്ങളെയാണ് കാണിക്കുന്നത് എന്ന് ബോധ്യപ്പെടാനാവുന്നു. മറ്റ് ജീവശരീരങ്ങളെ കണ്ടുപിടിച്ച് അവയിൽ നിക്ഷിപ്തമായ പ്രവർത്തനോർജം
സ്വജീവനിലേക്ക് അടുപ്പിക്കാൻ യോജ്യമായി തീരുന്നത് ജീവിയുടെ തലയായി വരുന്ന സൂര്യപ്രകാശം ഏറ്റവും അധികം പ്രവർത്തിച്ച ഭാഗമായിരിക്കും. മറ്റൊരു ജീവരൂപത്തെ പിടിച്ചെടുക്കുകയും ഊർജ നിക്ഷിപ്താവസ്ഥയാകുന്ന ആ അന്യ ശരീരത്തെ സ്വശരീരത്തിലേക്ക് വലിച്ചെടുക്കുകയും എന്ന അനിവാര്യത നിമിത്തം തലയെന്ന് വിളിക്കാവുന്ന ഭാഗത്തിന്റെ അഗ്രത്തായി വായ എന്ന സുഷിരം രൂപപ്പെടുകയും ചെയ്യുന്നു. വായ എന്ന സുഷിരത്തിൽ തുടങ്ങി ശരീരത്തിന്റെ മറ്റേ അഗ്രം വരെ നീണ്ടുകിടക്കുന്ന വിധത്തിൽ പരജീവികളുടെ ഊർജം വലിച്ചെടുക്കുന്നതിനായി ആമാശയവും കുടലും രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു. ഇവിധം രൂപപ്പെട്ടു വന്ന അവയവം തലഭാഗത്തെ പോലെ തന്നെ പിൻഭാഗത്ത് എത്തി പുറത്തേക്ക് തുറന്നതായി വരുന്നു. പ്രകൃതിയുടെ സത്താ സൂക്ഷ്മതയെ ഉൾക്കൊണ്ട ശേഷം ബാക്കി വരുന്നവ ജീവന് ഉപയുക്തമല്ലാത്തതുകൊണ്ട് ശരീരത്തിന് അസ്വസ്ഥതാദായകമാകുന്നതിനാൽ അതിനെ പുറത്തു കളയേണ്ട അനിവാര്യത നിമിത്തമായി തുറക്കപ്പെടുന്നത് സ്വാഭാവികമായും ശരീരത്തിന്റെ പിൻഭാഗമാണ്. മുൻഭാഗം പ്രവൃത്തി നിമിത്തവും താൽപ്പര്യങ്ങൾ നിമിത്തവും ആഹരിക്കലിന് മാത്രമായി യോഗ്യത പ്രാപിച്ചതിനാൽ അത് ദ്വാരമായിരിക്കുന്നു എങ്കിൽ തന്നെയും വിസർജന യോഗ്യമല്ലാത്തതായി തീരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വന്നുവെന്ന് മനസ്സിലാക്കാം. മാത്രവുമല്ല, സംവേദനക്ഷമതയും പ്രവർത്തനക്ഷമതയും കൂടിയ മുൻഭാഗവുമായുള്ള താരതമ്യത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനരഹിതം എന്ന് പറയാവുന്ന പിൻഭാഗത്തേക്ക് ഉപയോഗയോഗ്യമല്ലാത്തത് തള്ളപ്പെടുന്ന സ്ഥിതിയും ഉണ്ടാവുന്നു. എന്നാൽ ജീവനറ്റ് ഭക്ഷിക്കപ്പെട്ട് യാതൊരു ശേഷിയും ഇല്ലാത്തതായ ശരീരത്തേക്കാൾ കൂടുതൽ ശക്തമായി നിലകൊണ്ടതുകൊണ്ട് ജീവനുള്ളതിന്റെ പിൻഭാഗത്തിന് വിസർജ്യം പുറത്തേക്ക് തള്ളിവിടുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിരന്തര പ്രവർത്തനം കൊണ്ട് ശക്തി പ്രാപിച്ച് ഭക്ഷണ സ്വീകരണ വിസർജന സംവിധാനം ജീവിയുടെ ആവശ്യത്തിന് ഒത്തവണ്ണം വികസിതമാവുകയും ചെയ്തു. പ്രകൃതിയുടെ ഈ വിധത്തിലുള്ള നിശ്ചയത്തിലൂടെ പ്രവർത്തിക്കുന്ന ജീവനെ നിരീക്ഷിക്കുമ്പോൾ കാണാനാവുക പ്രകൃതിയിൽ ഉള്ളവയെ തന്നെ യോഗ്യതയ്ക്കൊത്തും കാലത്തിനൊത്തും ജീവനുതകുന്ന ഗുണവിശേഷങ്ങൾക്കൊത്തും മാത്രം പൂർണ്ണത പ്രാപിക്കേണ്ടുന്നതിനായി സ്വീകരിക്കേണ്ടതാകുന്നു എന്നാണ്. ഇതുകൊണ്ട് തന്നെ എല്ലാറ്റിൻ്റെയും ഉപയോഗം എല്ലാ കാലത്തേക്കും യോജിച്ചതും ആവശ്യമുള്ളതും ആകുന്നില്ല എന്നും വ്യക്തമാകുന്നു. വികാസം പ്രാപിച്ചു വളരുന്ന ജീവൻ പരിചയം എന്ന അറിവിലൂടെ ഭക്ഷണത്തിന്റെ ഗുണദോഷങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥയിലെത്തുന്നു. ഇവിധം പ്രപഞ്ചത്തിൽ സംഭരിതമായ പക്വതരമായി ഉന്നതാവസ്ഥയിലുള്ള ഊർജം കൃത്യതയോടെ ആർജിച്ചെടുക്കുന്നത് കാരണമായി പ്രവർത്തനങ്ങളെല്ലാം സുബോധത്തോടെയും വ്യക്തതയോടെയും നിർവഹിക്കാൻ പ്രാപ്തിയാർജിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം കാണാനാവുന്നത് ജീവൻ എന്നതിൻ്റെ ആവശ്യങ്ങളും അറിവുമായ സൂക്ഷ്മ സംവിധാനം, പ്രകാശവും ആകർഷണബലവും, ശരീരം എന്നത് ഭൂമിയുടെ സൂക്ഷ്മശേഷിയുടെ ദൃശ്യമായ സംഭരിതാവസ്ഥയും ആകുന്നു എന്നാണ്. ഭൂമിയിലും അന്തരീക്ഷത്തിലും ശൂന്യമെന്ന് വിളിക്കാവുന്നതും അല്ലാത്തതുമായ പ്രപഞ്ചത്തിലെ എന്തിലും നിറഞ്ഞിരിക്കുന്ന എന്തിൻ്റെയും സൂക്ഷ്മോർജ സംഗമം നിമിത്തം ഉണ്ടാവുന്ന ദൃശ്യരൂപമാണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും എന്നത്. എങ്ങനെ നോക്കിയാലും ജീവനും അതിൻ്റെ പ്രവർത്തനങ്ങളും എന്നത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കും പ്രവർത്തനങ്ങൾക്കും കാരണമായ സൂക്ഷ്മശേഷിയുടെ പുനർനിർമ്മിതിയും വികാസവും പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരവും എന്നതായി മാത്രം കാണാറാവുന്നു.